അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മറ്റുള്ളവരറിയുന്നത് നമുക്ക് വല്ലാത്ത ഒരു പേടിയാ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാ. എങ്കിലും ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് നാട്ടുകാരറിഞ്ഞാൽ എത്ര ദിവസം നമ്മളെക്കുറിച്ച് പറയും? കൊലപാതകം ചെയ്തവന്മാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പീഡന കേസിലകത്തായവർ, ഇതുപോലെയുള്ള വലിയ വലിയ പാപങ്ങൾ ചെയ്തവരാണെങ്കിലും എത്ര ദിവസമാണ് നാട്ടുകാർ നമ്മളെക്കുറിച്ച് പറയുക? കൂടിപ്പോയ ഒരാഴ്ച. മറ്റെന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ അടുത്ത വിഷയത്തിലേക്ക് കടന്നു പോകും. അപ്പൊ ഈ ദുനിയാവിലെ ജനങ്ങളുടെ ഇടയിൽ ഞാനും നിങ്ങളും മോശക്കാരായി പോകുന്നത്, നമ്മൾ നിന്ദനാവുന്നത്, നമ്മൾ നിസ്സാരനായി പോകുന്നത് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ കാര്യമല്ല, ഈ ദുനിയാവിലെ ജനങ്ങളുടെ ഇടയിൽ കേവലം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രം ജനങ്ങൾ ചർച്ച ചെയ്യുമല്ലോ. ഈ ജനങ്ങളുടെ ഇടയിൽ നമ്മൾ മോശക്കാരാകുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു, നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളതിനെ വല്ലാതെ പേടിക്കുകയാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേടിക്കേണ്ടത് ഇവിടെയല്ല. നമ്മൾ നല്ല വല്ലാതെ ഭയപ്പെടേണ്ടത് പടച്ചവനെ ഈ ദുനിയാവിൽ നാണം കെടുന്നതിനെയല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചെയ്ത ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, ولا تخزني يوم يبعثون. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, പടച്ച റബ്ബേ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന നിന്റെ പടച്ച റബ്ബേ, നിന്റെ പരലോകമുണ്ടല്ലോ, ആ മസ്സറയിൽ നീ എന്നെ മോശക്കാരനാക്കല്ലേ അല്ലാ, എന്നെ നീ നിന്നനാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ തമ്പുരാന്, പരലോകത്ത് നീ എന്നെ നിന്നനാക്കല്ലേ പടച്ചവന് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ പേടിക്കേണ്ടത് അവിടെയാണ്. ദുനിയാവിലല്ല, ആഖിറത്തിൽ മോശക്കാരായി പോകുന്നതിന് വല്ലാതെ ഭയപ്പെടണമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറയുകയാ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുമ്പോ പടച്ചവനെ നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ചു മനോഹരമായ വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞു. എന്നിട്ട് നിന്റെ ജനാസ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി ഖബറടക്കുമല്ലോ. പുതിയ പളയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ മനോഹരമായി നല്ല രീതിയിൽ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാ. അതാ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കി. നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തില് അവിടുന്ന് രണ്ടാമത് മൂതുമ്പോ സുബ്ഹാനല്ലാഹ്, ജനങ്ങള് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ, ജനങ്ങള് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പട്ടിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്നവരുണ്ട്, കഴുതയുടെ രൂപത്തിൽ വരുന്നവരുണ്ട്, പേപ്പട്ടിയെ പോലെ നടന്നു വരുന്നവരുണ്ട്, ഇഴഞ്ഞു വരുന്നവർ, നടന്നു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറും വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമുണ്ടല്ലോ, ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ദുനിയ
ദുനിയാവിലെ ജനങ്ങളുടെ ഇടയില് മോശക്കാരനായി പോകുന്നതിന് നീ ഇത്രയും വെറുക്കുന്നുണ്ടെങ്കിലോ നാളെ അല്ലാഹുവിന്റെ കോടതിയില് പടച്ചവനെ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ദാവൂദ് നബിയും ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ആ പ്രവാചകന്മാരുടെ അനുയായികള് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാര് അവിടുത്തെ മക്കള് അവിടുത്തെ സ്വഹാബത്ത് താബീങ്ങള് തബഉ താബീങ്ങള് ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് ആലിമീങ്ങള് ആബിദീങ്ങള് സ്വാലിഹീങ്ങള് നിന്റെ വാപ്പ നിന്റെ ഉമ്മ നിന്റെ ഭാര്യ നിന്റെ മക്കള് നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കുടുംബക്കാര് നിന്റെ കൂട്ടുകാര് നിന്റെ നാട്ടുകാര് പടച്ചവനെ കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നബി തങ്ങൾ പറയുകയാ സ്വഹാബാ ഈ സദസ്സിലിരിക്കുന്ന ചിലരെ കൊണ്ടുവരികയാ കോടതിയില് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ അതാ ഒരു വിഭാഗം ആൾക്കാരിങ്ങനെ വരികയാണ് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരികയാ അവര് നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് അവരെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും അറപ്പോടെ നോക്കുകയാണ് വെറുപ്പോടെ നോക്കുകയാണ് ദുർഗന്ധമടിക്കുന്ന കോലത്തില് പുഴുത്ത് നാറിയവരെ പോലെ നിന്നരായി നിസാരന്മാരായി വൃത്തികെട്ടവരെ പോലെ നാളെ അല്ലാഹു ഒരു വിഭാഗത്തെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഫർദയും ഹിജാബും ധരിച്ച പെങ്ങളെ കയ്യില് തസ്ബീഹും പിടിച്ചു താടിയും വളർത്തി നടന്ന വാപ്പാ നാളെ അല്ലാഹുവിന്റെ കോടതിയില് ചിലരിങ്ങനെ കടന്നു വരുമ്പോ അവരെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കുകയാണ് അവരെ കാണുമ്പോൾ അവര് മൂക്കുപൊത്തുകയാണ് അറപ്പോടെ നോക്കുകയാണ് വെറുപ്പോടെ നോക്കുകയാണ് വൃത്തികെട്ടവരെ പോലെ നിന്യന്മാരായി അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല അല്ലാഹു അവരോട് സംസാരിക്കില്ല അങ്ങനെ നിന്യരായി പരലോകത്ത് കടന്നു വരുന്ന കുറച്ച് വിഭാഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പടച്ച റബ്ബ് കൊണ്ടുവരുന്ന ഒന്നാമത്തെ നിന്യനായ മനുഷ്യനാരെന്നറിയുമോ നബി തങ്ങൾ പറയുകയാ അംറു ഇബ്നു ശുഐബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാളെ പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരികയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒന്നാമത്തെ നിന്യനായ മനുഷ്യനാരാ അത് അഹങ്കരിച്ച് നടക്കുന്നവനാണ് അഹങ്കാരത്തോടെ നടക്കുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അഹങ്കാരമുള്ള മനുഷ്യനുണ്ടല്ലോ അഹങ്കാരികളായ മനുഷ്യരുണ്ടല്ലോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ അഹങ്കാരികളെ പോലെ നടന്നവരുണ്ടല്ലോ ഇവരെയാണ് നാളെ അല്ലാഹു പരലോകത്തേക്ക് ഒന്നാമതായി കൊണ്ടുവരുന്നത് ഏത് രൂപത്തിലാ കൊണ്ടുവരുന്നത് പടച്ചവനെ ഞാൻ വലിയവനാണ് എന്നെ കാണുമ്പോ എല്ലാവരും ബഹുമാനിക്കണം ആദരിക്കണം എഴുന്നേറ്റ് നിൽക്കണം മറ്റുള്ളവരെ പുച്ഛമാടോ പാവപ്പെട്ടവനെ പരിഹസിക്കുകയാണ് ഇതുപോലെ നടക്കുന്നവരുണ്ടല്ലോ എല്ലാവരുടെ മുന്നിൽ വലിയ
വലിയവനാകാൻ ലക്ഷങ്ങൾ വാരി എറിയുന്നവരുണ്ടല്ലോ, സ്വന്തമായിട്ട് ഫ്ലക്സ് വെക്കുന്നവരുണ്ടല്ലോ, ജനങ്ങളെ കാണാൻ വേണ്ടി വാരിക്കോരി കൊടുക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവരുടെ മുമ്പിൽ വലിയവനാണെന്ന ധാരണയിൽ അഹങ്കരിച്ച് നടന്നവനെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയുമോ? അംസാലു ദുർരി ഫീ സൂരിർ റിജാൽ. നിബിതങ്ങൾ പറയുകയാ, ഏത് രൂപത്തിലാണ് അല്ലാഹു അവനെ കൊണ്ടുവരുന്നതെന്നറിയോ? മോനെ, ചെറിയ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടല്ലോ, അതാ കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിനെ പോലെ അല്ലാഹു അവനെ അങ്ങ് ചെറുതാക്കുകയാണ്. ഉറുമ്പിന്റെ രൂപത്തിൽ നീ ആരുമല്ലടാ, ദുനിയാവിൽ വലിയവനാണെന്ന് പറഞ്ഞ് നടന്നവന് നീ ഇന്നത്തെ ദിവസം ആരുമല്ലടാ, ഉറുമ്പിന്റെ അത്രയുമുള്ള ഒരു മനുഷ്യനാക്കി നാളെ നാണം കെടുത്തിയിട്ട് അല്ലാഹു നാളെ അവനെ പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്രയോ ഹദീസ് പഠിച്ചവരാ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ, അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല. അതുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് അല്ലാഹു നാണം കെടുത്തിയിട്ട് കൊണ്ടുവരുന്ന ഒന്നാമത്തെ വ്യക്തിയാരാ? അത് അഹങ്കാരമുള്ളവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴി പറഞ്ഞു തരികയാ. ഒരാളുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഉമർ തങ്ങൾ. അല്ലാഹുവേ, അവിടെ ഖലീഫയായിരിക്കുമ്പോ ഉമർ തങ്ങൾ പടച്ചവനെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ പോകുകയാണ്. സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇമാമത്ത് നിൽക്കാൻ പള്ളിയിലേക്ക് പോകുകയാണ്. പടച്ചവനെ പള്ളിക്കകത്ത് ചെന്നു, അതാ അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കാൻ കേറി നിൽക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും പുറകെ സഫ് കെട്ടി നിന്നു. ഉമർ തങ്ങൾ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാ. പടച്ചവനെ അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്തു ത്വാഹ ഓതിയിട്ട് പാരായണം ചെയ്യുകയാണ്. ഒന്നാമത്തെ റക്അത്തിലെ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരുന്നത്. പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലൂടെ നടന്ന് അതാ ഇമാമായി നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു. ആ കടാര അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കുത്തിയങ്ങ് കേറ്റുകയാണ്. പടച്ച റബ്ബേ, ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തികേറ്റുകയാ. വലിച്ചൂരിയിട്ട് ഇറങ്ങി ഓടുകയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ അവിടെ നിന്ന് കുത്തി മലർത്തുകയാ. അബൂ ലുഅ്ലുഅ ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, പള്ളിക്കകത്ത് സ്വഹാബത്ത് മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഉമർ തങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. കാരണം കുത്തുകൊണ്ടിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ഒരാളെയല്ല കുത്തിയത്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് പള്ളിയുടെ മിഹ്റാബിനകത്തിട്ട് കുത്തിയിരിക്കുകയാ. പടച്ചവനെ, ഒരാളും ഇറങ്ങി ഓടിയില്ല, ഒരാളും കൈയഴിച്ചില്ല, എല്ലാവരും നിസ്കാരത്തിലാണ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ അനുവാദം കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് സ്വഹാബി മുമ്പിലേക്ക് കയറുകയാണ്. ഉമർ തങ്ങൾ പിടഞ്ഞ് താഴെ വീഴുകയാ. ആ സ്വഹാബിയുടെ കാൽച്ചുവട്ടിൽ കിടന്നിട്ട് ഉമർ തങ്ങൾ മരണപ്പെട്ടു
വെപ്രാളത്തിൽ പിടയുമ്പോ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർ തങ്ങൾ വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാ. ഉമർ തങ്ങളുടെ സക്കറാത്തിന്റെ അവസ്ഥ കടന്നു വന്നു. മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിൽ ഉമർ തങ്ങൾ പള്ളിക്കകത്ത് കിടക്കുകയാ. സ്വഹാബികൾ അടുത്തു വന്നു. ഉമർ തങ്ങൾ ഓരോ ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ സ്വഹാബികൾ പലരും ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഉമർ തങ്ങളെ സങ്കടപ്പെടുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമർ? ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ, നബി തങ്ങളുടെ തലയെടുക്കാൻ പോയാളാ, അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ പോയാളാ. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു. ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട സഹാബിയായല്ലോ. പടച്ചവനെ നിങ്ങൾ രണ്ടാമത്തെ ഖലീഫയായല്ലോ. ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. എന്നിട്ട് പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്ക്, നിങ്ങൾ സന്തോഷിക്ക്. എത്ര വലിയ ഭാഗ്യവാനാണ്. ലോകത്ത് ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? ഈ യുദ്ധം ഹറാമാക്കിയ ഈ മദീനത്ത് കടന്ന് ഷഹീദാകാ ഭാഗ്യം കിട്ടിയില്ലേ? ചെറുപ്പക്കാരൻ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അവസാനമെല്ലാം പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ തിരിച്ച് നടന്നു പോകുമ്പോ ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, അല്ലാഹുവേ, മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാർത്ത പറഞ്ഞിട്ട് ആ മടങ്ങി പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കണേ, ഏ പൊന്നുമോനെ ഒന്ന് നിൽക്കണേ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയുകയാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങള് ആ മരണത്തിന്റെ വേളയിൽ പതുക്കെ അങ്ങ് എഴുന്നേക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിയുടെ താഴെയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അഹങ്കാരികളെ പോലെ കഴിഞ്ഞവരാണ്. രണ്ടാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാ, രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്തങ്ങളിൽ പടച്ചവനെ വീഴ്ച വരുത്തുകയാണ്. അങ്ങനെ വീഴ്ച വരുത്തുന്നവര് നാളെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരികയാണ്. നബി തങ്ങൾ പറയുകയാ, വഇന്നഹാ യൗമൽ ഖിയാമ
ഖിയാമാ ഖുസിയും വനദാമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവര് പടച്ചവനെ, അത് രാജ്യത്തിന്റെ കാര്യമാകട്ടെ, നാടിന്റെ കാര്യമാകട്ടെ, പള്ളിയുടെ കാര്യമാകട്ടെ, സ്ഥാപനത്തിന്റെ കാര്യമാകട്ടെ, പടച്ചവനെ അല്ലെങ്കിൽ വീടിന്റെ കാര്യമാകട്ടെ, ഏതൊരു കാര്യത്തിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, വേർതിരിവ് കാണിക്കാൻ പാടില്ല. പടച്ചവനെ അങ്ങനെ കാണിക്കുന്നവന് റബ്ബ് നാളെ പരലോകത്ത് നാണം കെടുത്തി കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, ഞാനും നിങ്ങളും ഒരു ഭരണാധികാരികളാണ്. ഈ സദസ്സിലിരിക്കുന്നവര് നമ്മളൊരു ഭരണാധികാരികളാണ്. പടച്ചവനെ, നമ്മളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ്. നമ്മൾ ഭരണാധികാരികളാ. എവിടെയാ ഭരിക്കുന്നത്? രാജ്യമല്ല ഭരിക്കുന്നത്, സംസ്ഥാനമല്ല ഭരിക്കുന്നത്, പഞ്ചായത്തല്ല ഭരിക്കുന്നത്, വാർഡല്ല ഭരിക്കുന്നത്, പള്ളിയല്ല പരിപാലിക്കുന്നത്. പടച്ചവനെ, ഞാനും നിങ്ങളും എവിടത്തെ ഭരണാധികാരിയാണെന്നറിയോ? നമ്മുടെ വീട്ടിലെ ഭരണാധികാരിയാ. ഒരു വാപ്പതന്റെ വീട്ടിലെ ഭരണാധികാരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ അവസാന പ്രഭാഷണത്തിൽ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വാപ്പാ, നബി തങ്ങൾ പറയുകയാ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. ഈ അമാനത്തിനെ കുറിച്ച് അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പരലോകത്തിലെ നാണം കെട്ടവനാരെന്നറിയോ? നബിതങ്ങൾ പറയുകയാ, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല, അല്ലാഹു അവരോട് ഒരു കരുണയും കാണിക്കില്ല. ആ വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? അത് വാപ്പയാ, അത് വാപ്പയാ. ഏത് വാപ്പയെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്ത വാപ്പാ. നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചോദിച്ച് കളിയാക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറയുകയാ, മക്കളെ നിങ്ങൾ നല്ലതുപോലെ വളർത്തണേ, അവരുടെ തെറ്റുകൾ നിങ്ങൾ തിരുത്തി കൊടുക്കണേ. അത് നിന്റെ കടമയാണ് വാപ്പാ, അത് നിന്റെ ബാധ്യതയാണ്. നിസ്കരിക്കാത്ത ഒരുപാട് മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. പല മാതാപിതാക്കളും പറയും, ഉസ്താദ്, മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ തന്റെ പൊന്നാര മകനെ വിളിച്ചുണർത്തുന്നത്, നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്നത്, തന്റെ പൊന്നാര മകന്റെ ചാരത്ത് ചെന്നിട്ട് നിസ്കരിക്കാൻ വിളിക്കുമ്പോ തന്റെ പൊന്നുമകൻ എഴുന്നേക്കാതെ വന്ന ഉമർ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതി കൊടുക്കുമായിരുന്നു. തന്റെ പൊന്നാര മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ വിളിക്കുന്നതിന് വേണ്ടി, തന്റെ മക്കൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ അവിടെ നിന്ന് ഓതി കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ആയത്താ? നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ വിളിച്ചുണർത്താൻ അവരെ തല്ലണ്ട കാര്യമില്ല. അവര് എഴുന്നേറ്റ് നിസ്കരിക്കണോ, അവര് നിസ്കരിക്കുന്ന മക്കളാകണോ. ആ മക്കളുടെ ചാരത്ത് ഉമർ തങ്ങൾ ചെന്നിരുന്ന് ഓതിയ ആയത്തോതിയിട്ട്, നിന്റെ മക്കൾക്ക് നീ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൂ. ഏതായ
ഹൃദയത്താ ബോധിയതെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹ ഉണ്ടല്ലോ, ആ ത്വാഹ എന്ന് പറയുന്ന സൂറത്തില് അവസാനത്തെ പേജ് എടുത്ത് നോക്കടോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ പൊന്നാര മകൻ ഓതിക്കൊടുത്ത ആയത്തേതാ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല. ഉമർ തങ്ങൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വൽ ആഖിബതു ലിത്തഖ്വാ. മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ നിനക്കൊരു നല്ല മരണം വേണോ? വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ തൗബ ചെയ്തിട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒതുവോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് നിനക്ക് മരിക്കണോ? ഈമാനുള്ളവര് മരണം വേണോ? നെറ്റിത്തടം വിയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം വികസിച്ച് മുഖമെല്ലാ പ്രകാശം, ചുണ്ടില് പുഞ്ചിരി, കാണുന്നവര് മുഴുവനും കൊതിക്കുകയാണ് മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. കാണുന്നവര് മുഴുവനും കൊതിക്കുന്ന ഒരു മരണം വേണോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോട് ഇതൊന്ന് പറഞ്ഞു നോക്കടോ. നിസ്കരിക്കാത്ത ഭാര്യമാരോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കടോ. അവർ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. വാപ്പാ, നീ അല്ലാഹുവിന്റെ പള്ളിയിലെ മഗ്‌രിബിന് വന്ന ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവനാ. പക്ഷേ നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? നിന്റെ പെൺമക്കൾ നിസ്കരിക്കാറുണ്ടോ? പടച്ചവനെ തിരുത്തി കൊടുക്കണം വാപ്പാ. അത് നിന്റെ ഉത്തരവാദിത്തമാണോ? ആ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരുത്തിയ അല്ലാഹു നാളെ പരലോകത്ത് നിന്നെ നാണം കെടുത്തിയ രീതിയില് നിന്നനായി നിസാരനായി അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പടച്ചവനെ അത് പരിപൂർണമായി നീ പാലിക്കണേ. അതിനകത്ത് നീ വേർതിരിവ് കാണിക്കാൻ പാടില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? നാളെ നാണം കെട്ടവരെ പോലെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു വരുന്ന മൂന്നാമത്തെ വൃത്തികെട്ട മനുഷ്യൻ ആരെന്നറിയോ? ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരാണ്, നല്ല മുഖമുള്ളവരാണ്. നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയോ? ജനങ്ങളിൽ ഏറ്റവും ശർറായവനാരെന്നറിയോ? സഹാബാ, രണ്ട് നാവുള്ളവരാ, രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ ഇവിടെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണ്, അങ്ങോട്ട് മാറിയാ അവരുടെ കൂടെ നിൽക്കുകയാണ്. പടച്ചവനെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ, ശവം തുന്നി ഉറുമ്പുകളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എങ്ങനെയാ പരലോകത്ത് വരുന്നതെന്നറിയോ? എങ്ങനെയാണ് പരലോകത്ത് വരുന്നതെന്നറിയോ? ലിസാനാനി മിനന്നാർ,
രണ്ട് നാവാട് അവന്റെ നാവങ്ങ് കീറുകയാണ്. അവന്റെ നാവ് രണ്ടായി കീറുകയാണ്. നരകത്തിന്റെ തീയാലുള്ള നാവായിട്ട്, നരകത്തിന്റെ തീയാലുള്ള നാവുകളായി ഇങ്ങനെ അതാ പേപ്പട്ടി നാക്ക് നീട്ടിയിട്ടിരിക്കുന്നത് പോലെ അതാ നാക്കിങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുകയാ. അവന്റെ നാക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുകയാണ്. രണ്ടായിട്ട് നാക്കിങ്ങനെ മുറിച്ചിരിക്കുകയാണ്. ഇതുപോലെ നാളെ പുഴുത്തു നാറിയവനെ പോലെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.